ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. നമ്മളുടെ വിചാരം വാട്സപ്പ് വളരെ സെക്യൂർ ആണെന്നാണ്. പക്ഷേ വാട്സപ്പിലുള്ള നമ്മുടെ പല രഹസ്യങ്ങളും, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് അയക്കുന്ന വീഡിയോസ്, കോൾ ഹിസ്റ്ററി, എല്ലാ കാര്യങ്ങളും ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നതല്ല, വാട്സപ്പ് തന്നെ പറയുന്നതാണ്. ഇനി നമ്മുടെ വാട്സപ്പ് സെക്യൂർ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ഉള്ളിൽ തന്നെ വാട്സപ്പ് തന്നെ ഒരു സെറ്റിംഗ്സ് തന്നിട്ടുണ്ട്. പക്ഷേ പലരും അത് ചെയ്തു വെക്കാറില്ല. ഉടൻ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ സെറ്റിംഗ്സ് ഒന്ന് ചെയ്തു വെക്കുക. അതിനുശേഷം നിങ്ങൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ സെക്യൂർ ആയിരിക്കും എന്നാണ് വാട്സപ്പ് തന്നെ പറയുന്നത്. എന്താണ് ആ സെറ്റിംഗ്സ്? ഞാൻ കാണിച്ചു തരാം. വാട്സപ്പിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ സെറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നിർബന്ധമായിട്ടും അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ചാറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. അവരുടെ പ്രൊഫൈലിൽ നമ്മുടെ ചാറ്റുകളൊക്കെ അവിടെ ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ലീക്കായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ എവിടെയാ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് പറയുന്ന അത്രയും ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം. ഇവിടെ താഴേക്ക് വന്നാൽ സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ആ ചാറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ആ ചാറ്റ് ബാക്കപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇവിടെ കാണിക്കുന്നുണ്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്ന കണ്ടില്ല. ഇവിടെ തന്നെ കണ്ട് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പാസ്വേഡ് വെച്ചിട്ട് ഒന്നുകിൽ നമുക്ക് പാസ് കീ വെച്ചിട്ട് അത് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ വാട്സപ്പ് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ലീക്കായി പോകുന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ പാസ് കീ കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ മോർ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ മോർ ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നില്ല. പാസ്വേഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെറ്റേഴ്സ് കൊടുക്കണം, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടറും ഒരു നമ്പറും കൂടി കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിരിക്കും. മാത്രമല്ല ഈ പാസ്വേഡ് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. മറന്നുപോയാൽ വളരെ ബുദ്ധിമുട്ടാണെന്നും പറയുകയാണ്.